നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നിയന്ത്രണ രേഖയിലും വ്യോമമാർഗവും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ രാജ്യം അതീവ ജാഗ്രതയിലാണ്. ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ചേരുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ BSF, CASF DGയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി. ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി പാകിസ്ഥാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണ നീക്കം ഒന്നുപോലും ലക്ഷ്യം കണ്ടില്ല. നിയന്ത്രണ രേഖയിലെ പാക് ഷെല്ലാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ 7 ഭീകരരെ സൈന്യം വധിച്ചു. സംഘർഷ സാഹചര്യത്തിൽ IPL മത്സരങ്ങൾ അനന്തമായി മാറ്റിവെച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ER രാഗേഷും TG സജിത്തും R കിരൺ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം ER രാഗേഷിലേക്കാണ്. രാഗേഷ്, ഒരു വശത്ത് രാജ്യം അതീവ ജാഗ്രതയിൽ, പക്ഷേ പാകിസ്ഥാന്റെ എല്ലാ ആക്രമണവും നീക്കങ്ങളും ഇന്ത്യ പ്രതിരോധിക്കുന്നുണ്ട്, തിരിച്ചടിക്കുന്നുണ്ട്. അതിനിടെ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേരുന്നു. കേന്ദ്രമന്ത്രിമാർ, ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? എന്താണ് ഇപ്പോഴത്തെ ഈ രാജ്യാതിർത്തിയിലേക്ക് സാഹചര്യങ്ങൾ എങ്ങനെയാണ്? തോമസ്, സംഘർഷം ഇപ്പോൾ അതിരൂക്ഷമായി നിലനിൽക്കുന്നത് അതിർത്തിയിലാണ്. പ്രത്യേകിച്ച് ഇന്ന് പുലർച്ചെയുമായി ഒക്കെ തന്നെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യൻ ആകാശത്ത് ജമ്മുവിലൊക്കെ തന്നെ എത്തിയിരുന്നെങ്കിലും അതൊക്കെ തന്നെ തുരത്താൻ സേനയ്ക്ക് സാധിച്ചു. പക്ഷേ അതിർത്തിയിൽ അതല്ല സാഹചര്യം, നിയന്ത്രണ രേഖയിൽ അതല്ല സാഹചര്യം. ഒന്ന് സാംബയിലാണ്. സാംബയിൽ ഇത്തരത്തിൽ തുടർച്ചയായി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ. പ്രത്യേകിച്ച് ഇന്ത്യ ഭീകര താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരുന്നത്. അതിലിപ്പോൾ അവിടെ മരണം 18ആയി. അതിനിടയിലാണ് സാംബ സെക്ടർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര അതിർത്തിയാണ്. അന്താരാഷ്ട്ര അതിർത്തി വഴി ഇന്ത്യയിലേക്ക്, കശ്മീരിലേക്ക് കടക്കാൻ ശ്രമിച്ച 7 ഭീകരരെയാണ് ഇപ്പോൾ തുരത്തിയിരിക്കുന്നത്. 7 പേരെ കൊലപ്പെടുത്തി. അതിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. അത്തരത്തിൽ ഒരു വശത്ത് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ഭീകരരെ സഹായിക്കുകയാണ്. ഇതിന്റെ മറവിൽ ഭീകരരെ അതിർത്തി കടത്തിവിടാനുള്ള ശ്രമമാണിപ്പോൾ പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതാണ് സുരക്ഷാ സേന തകർത്തത്. 7 പേരെ അവിടെ ഭീകരരെ വധിച്ചിരിക്കുന്നു. സൈന്യം തന്നെ വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടാകാം. അവർ ഇങ്ങോട്ട് കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മടങ്ങിപ്പോയതാകാം എന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി നിയന്ത്രണ രേഖയിലേക്ക് വരികയാണെങ്കിൽ അവിടെ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 16 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് 2 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പൂഞ്ചിലും ഉറിയിലുമാണ് ഈ ഏറ്റവും രൂക്ഷമായ വെടിനിർത്തൽ കരാർ ലംഘനം, ഷെല്ല ആക്രമണം നടക്കുന്നത്. അതിൽ തന്നെ ഉറിയിലുണ്ടായ സംഭവം, ബാരാമുള്ള ജില്ലയിലാണ് ഉറി ഉള്ളത്. അവിടെ ബങ്കറിൽ കഴിയുകയായിരുന്നു ആ കുടുംബം. അവിടെ നിന്ന് രക്ഷപ്പെടാനായി, പ്രത്യേകിച്ച് ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായി വാഹനത്തിൽ ബന്ധുവിന്റെ വീട്ടിലേക്ക്, ബാരാമുള്ളയിലേക്ക് പോവുകയായിരുന്നു 6 അംഗ സംഘം. 2 സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആ സ്കോർപിയോ വാഹനത്തിലുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഷെല്ലുകൾ ആ വാഹനത്തിൽ പതിക്കുകയും നർഗീസ് ബീഗം എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്ത് അവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ വാഹനത്തിൽ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി അവർ പോകുന്നതാണ്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത്രമേൽ വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അവിടെ നടക്കുന്നുണ്ട്. മറ്റൊരു മരണം നടന്നിട്ടുള്ളത് പൂഞ്ച് സെക്ടറിലാണ്. ഏതായാലും 4 പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അതിർത്തിയിലെ സാഹചര്യം. ഇന്ത്യൻ സൈന്യവും അവിടെ ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിർത്തിയിലെ സാഹചര്യവും ഒപ്പം തന്നെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തുടർച്ചയായി ഡ്രോണുകളും മിസൈലും ഒക്കെ കൊണ്ടുവന്ന് അതിർത്തി കടക്കാൻ, ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ അതെല്ലാം ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ സാഹചര്യം ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ വിശദമായി വിലയിരുത്തുന്നുണ്ട്. ഇന്ന് നിർണായക യോഗങ്ങൾ ഡൽഹിയിൽ നടന്നു. 3 സേനാ മേധാവികളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. സംയുക്ത സേനാ മേധാവിയും രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തി. സംയുക്ത സേനാ മേധാവിക്ക് ഏതായാലും ചില നിർദ്ദേശങ്ങൾ കൂടി രാജ്നാഥ് സിംഗ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അതായത് ടെറിട്ടോറിയൽ ആർമിയുടെ സേവനം ആവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്താം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് സംയുക്ത സേനാ മേധാവിക്ക്. അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ BSF മേധാവി പങ്കെടുത്തു. ഒപ്പം തന്നെ CASF മേധാവി പങ്കെടുത്തു. കാരണം CASF ആണ് നിലവിൽ രാജ്യത്തെ എയർപോർട്ടുകളുടെ സുരക്ഷാ ചുമതല നോക്കുന്നത്. മാത്രവുമല്ല പാകിസ്ഥാൻ നിരന്തരം ഇത്തരത്തിൽ
ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചും ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾക്ക് പുറമെ റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയൊക്കെ ലക്ഷ്യം വെച്ചേക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, വിമാനത്താവളത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് CISF മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. BSF ആകട്ടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ കാക്കുന്നത് BSF ആണ്. അപ്പോൾ അന്താരാഷ്ട്ര അതിർത്തിയിൽ പ്രത്യേകിച്ച് ഗുജറാത്ത് മുതൽ കശ്മീർ വരെ പാകിസ്ഥാനുമായി ഏതാണ്ട് 3000-ലധികം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് BSF മേധാവിയുമായി അതിർത്തിയിലെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അമിത്ഷായുമായി ചർച്ച നടത്തിയത്. പ്രധാനമന്ത്രി ഏതായാലും ഇന്നലെ രാത്രി ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. ഏതായാലും അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സൈന്യത്തിന് നൽകിയിട്ടുള്ളത്. ടോം. രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ജമ്മു കാശ്മീർ ലക്ഷ്യമിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, ഭീകരാക്രമണ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടെ ഭീകരർക്ക് ഇന്ത്യ തിരിച്ചടി നൽകുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഒരു നീക്കം ജമ്മു മാത്രമല്ലല്ലോ, ഇപ്പോൾ ഹരിയാന, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും പാക് ആക്രമണം ലക്ഷ്യമിടുന്നുണ്ട് എന്ന ചില വിവരങ്ങൾ വരുന്നു. ജനങ്ങൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്, മുന്നറിയിപ്പുകളാണ് രാജ്യം നൽകുന്നത്? പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളൊക്കെ ഈ ജമ്മു, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സകല വിമാന സർവീസുകളും റദ്ദാക്കിയിരുന്നല്ലോ. മറ്റെന്തൊക്കെ ഒരു ഒരുക്കങ്ങളാണ്, തയ്യാറെടുപ്പുകളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളത്? ജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? അതെ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തിയിലെ സംസ്ഥാനങ്ങളിലുണ്ട്. കാരണം അവിടെയൊക്കെ തന്നെ ഇന്ന് സംസ്ഥാന സർക്കാരുകളുടെയും മന്ത്രിസഭാ യോഗങ്ങൾ അവിടെ ചേരുകയുണ്ടായി. പ്രത്യേകിച്ച് പഞ്ചാബിൽ പ്രധാനമായി അമൃത്സർ അടക്കമുള്ള ജില്ലകൾ, അമൃത്സർ, തരാതർ അടക്കമുള്ള ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ്. അമൃത്സറിലും പഠാൻകോട്ടിലും ഒക്കെ തന്നെ ഇന്നലെ ഇത്തരത്തിൽ ഇന്ത്യ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ മേഖലകളിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ഡ്രോണുകൾ എത്തിയിരുന്നു. അതൊക്കെ തകർക്കാൻ, നിർവീര്യമാക്കാൻ നമ്മുടെ സേനകൾക്ക് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ സുരക്ഷയൊക്കെ തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിർത്തി ജില്ലകൾ മാത്രമല്ല, ഇപ്പോൾ ഹുഷിയാപൂരൊക്കെ നോക്കുകയാണെങ്കിൽ അത് അതിർത്തി ജില്ലയല്ല, ഭട്ടിന്റെയും അതിർത്തി ജില്ലയല്ല. പക്ഷേ അവിടേക്കൊക്കെ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അപ്പോൾ എന്തിനും മടിക്കില്ല എന്ന സന്ദേശം അവിടെ പാകിസ്ഥാൻ നൽകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സേനാ വിഭാഗങ്ങൾക്ക് അതെല്ലാം തകർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബ് മന്ത്രിസഭാ യോഗം ചേരുകയും അവിടെ അതിർത്തി മേഖലകളിലേക്ക് 10 മന്ത്രിമാർ പോവുകയും അവിടെ ആളുകളുടെ നിലവിലെ ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അവർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കുക അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുക, അടിയന്തര സഹായം ഉറപ്പാക്കുക. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 10 മന്ത്രിമാർ അതിർത്തിയിലേക്ക് പോകാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലും സമാനമായ സാഹചര്യമാണ്. ജയ്സാൽമീരും ബാഡ്മേറും ശ്രീഗംഗാനഗറും ഒക്കെ അതിർത്തി ജില്ലകളാണ്. അവിടെയും ഇന്നലെ ഡ്രോണുകൾ വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്തു. അവരും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും സമാനമായ രീതിയിൽ സുരക്ഷാ കാര്യങ്ങൾ ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വലിയ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ പലയിടത്തും ജാഗ്രതാ നിർദ്ദേശം വന്നിരുന്നു. സൈറൺ മുഴങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ചണ്ഡീഗഡ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ്. അവിടെ വ്യോമസേനയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടമാണ് അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം ചണ്ഡീഗഡിന്റെ പ്രത്യേകത, ഒന്ന്, വെസ്റ്റേൺ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്, കരസേനയുടെ. അതായത് അവിടെ നിന്നാണ് പഞ്ചാബിലെയും ഒപ്പം തന്നെ രാജസ്ഥാനിലെയും ഒക്കെ തന്നെ സൈനിക നീക്കങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടാതെ അവിടെ വ്യോമസേന താവളമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഒരുപക്ഷെ അവിടെ ലക്ഷ്യം വെച്ചേക്കാം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അത് പിന്നീട് പിൻവലിച്ചിരുന്നു. എങ്കിൽ പോലും ആളുകൾ പുറത്തിറങ്ങുന്നതൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അമൃത്സറിലും സമാനമായ രീതിയിൽ ആളുകൾ പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ലാഹോറിൽ നിന്ന് അല്ലെങ്കിൽ പാക് അതിർത്തിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ദൂരം 30 കിലോമീറ്റർ താഴെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമൃത്സറിലും വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മറ്റൊന്ന് ഹരിയാനയിലെ അംബാലയിലാണ്. അംബാലയിലും ഇത്തരത്തിൽ വ്യോമസേന താവളങ്ങളുണ്ട്, എയർ സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും കനത്ത സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിൽ സാഹചര്യം. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നുണ്ട് കേന്ദ്രം. ഏതായാലും സർക്കാർ ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പ്രകോപനം ഉണ്ടായാൽ അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിയായി തിരിച്ചടി നൽകുമെന്ന് ഈ ഘട്ടത്തിലും ഇന്ത്യ ആവർത്തിക്കുന്നുണ്ട്.